എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നറൂട്ടോ അവൻ ആ ടോബിയോട് പറയും, ചെറുപ്പം മുതലേ എന്റെ കൂടെ ഉണ്ടായിരുന്നവര് എന്റെ അച്ഛനും അമ്മയും ജിറയ മാസ്റ്ററുമാണ്. ആക്ച്വലി ലീഫ് വില്ലേജിൽ എന്നല്ല, ഈ ലോകത്തിലെ തന്നെ നമ്പർ 1 ആൾക്കാരാണ് അവര് 3 പേരും. വളരെ ചെറുപ്പത്തിൽ തന്നെ ഹൊക്കാഗെ നേരിട്ട് കണ്ട ഞാൻ എനിക്കും ഒരു ഹൊക്കാഗെയായി മാറണമെന്ന് മനസ്സിൽ അന്നേ ഉറപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ എന്റെ മുൻപിൽ നീ എന്തൊക്കെ കാണിച്ചാലും ഒന്നും കണ്ട് ഞാൻ പേടിച്ചോടാനായിട്ട് പോകുന്നില്ല. സോ ഞാൻ തന്നെ ആയിരിക്കും ഫ്യൂച്ചറിലെ ഏറ്റവും ബെസ്റ്റ് ഹൊക്കാഗെ എന്ന് പറഞ്ഞ് കുട്ടപ്പനാണെങ്കിൽ 9 ടൈൽ മോഡില് റസൻഗൺ പവർ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അങ്ങനെ ഓടി വന്ന് ആ ഗേഡർ സ്ട്രെച്ചിനെ അട്ടിക്കാൻ ശ്രമിക്കും. പക്ഷെ ടോബി ആണെങ്കിൽ ഒരു ഷീൽഡ് വെച്ച് കുട്ടപ്പൻ അങ്ങനെ ആട്ടിച്ച് പുറകിലേക്ക് തെറിപ്പിക്കും. നറൂട്ടോ പറയും, ആദ്യം ഞാൻ നിന്റെ മുഖത്തെ ആ ഒരു മാസ്ക് അത് വലിച്ചു കീറും. അവനത് പറയുമ്പോ തന്നെ ആ ഗൈഡർ സ്ട്രെച്ച് അത് പലറി കാറാൻ തുടങ്ങും. അതിന്റെ 10 കണ്ണിലൂടെയും അങ്ങനെ ബ്ലഡ് വന്ന് അത് നിലവിളിച്ച് കൊണ്ടേയിരിക്കും. പക്ഷെ അതിന്റെ സൗണ്ട് വളരെ വളരെ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർക്ക് അത് കേൾക്കാനായിട്ട് കഴിയില്ല. അത് കണ്ട നറൂട്ടോ ഇപ്പൊ അവന്റെ ഒരു ക്ലൗണിനെ ക്രിയേറ്റ് ചെയ്യും. കാക്കാഷി നിലവിളിച്ച് പറയും, കുട്ടപ്പ നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. ഇങ്ങനെയുള്ള സമയത്ത് നീ ക്ലോസ് റേഞ്ചിൽ നിന്ന് അറ്റാക്ക് ചെയ്താ ഉറപ്പായിട്ടും അടുത്ത സെക്കൻഡിൽ തന്നെ അവൻ നിന്നെ മുഴുവനായിട്ടും അബ്സോർബ് ചെയ്തെടുക്കും. അതിന് നറൂട്ടോ പറയും, പേടിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യും. മാത്രമല്ല ഞാൻ കറക്റ്റ് പ്രിക്കോഷൻസ് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞ് കുട്ടപ്പനും അവന്റെ ക്ലൗണും അവർ രണ്ടുപേരും ഇപ്പൊ ഉഷാറായിട്ട് ഓടാൻ തുടങ്ങും. കുട്ടപ്പനും അവന്റെ ക്ലൗണും അവർ രണ്ടുപേരും ചേർന്ന് ആ ഒരു ടെയിൽഡ് ബീസ്റ്റ് ബോംബ് അത് ക്രിയേറ്റ് ചെയ്യും. അതേസമയം കാക്കാഷി അവൻ കില്ലർ ബിയോട് പറയും, എന്നെ ഫുൾ സ്ട്രെങ്ത് എടുത്ത് വലിച്ചെറിയണം. കില്ലർ ബി ആണെങ്കിൽ ഇപ്പൊ കാക്കാഷി എടുത്തു പിടിച്ച് എറിയാൻ റെഡിയാവും. അതേസമയം മൈഗൈ ആള് നുഞ്ചക്കെടുത്ത് അറ്റാക്ക് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇവിടെ നറൂട്ടോ ആണെങ്കിൽ ടോബിയുടെ അടുത്ത് വരെ ടോബി നറൂട്ടോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. കുട്ടപ്പനും അവന്റെ ക്ലൗണും അവർ രണ്ടുപേരും ക്ലോസ് എത്തിയ ഉടനെ ടോബി കുട്ടപ്പന്റെ ക്ലൗണിനെ അങ്ങനെ തല്ലി തകർക്കും. കുട്ടപ്പനാണെങ്കിൽ ആ ടെയിൽഡ് ബീസ്റ്റ് ബോംബും എടുത്ത് ടോബിയുടെ ബോഡിയിലൂടെ അങ്ങനെ കടന്നു പോവും. ടോബി നറൂട്ടോയെ അബ്സോർബ് ചെയ്യാൻ റെഡി ആവുമ്പോഴായിരിക്കും നമ്മുടെ മൈഗൈ അവനങ്ങനെ ചാടി വീണ് ടോബി അടിക്കാനായിട്ട് തൊട്ടടുത്തെത്തുക. മൈഗൈ അടുത്ത സെക്കൻഡില് അവന്റെ നുഞ്ചക്ക് ഉപയോഗിച്ച് അറഞ്ചം പുറഞ്ചം ടോബിയെ തല്ലും. ആ ഗ്യാപ്പിൽ നറൂട്ടോ ജസ്റ്റ് മിസ്സിന് അവിടുന്ന് രക്ഷപ്പെടും. കാലി അടക്കാനാവാതെ ടോബി അവൻ മൈഗയെ ടച്ച് ചെയ്ത് അബ്സോർബ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ മൈഗൈ ആണെങ്കിൽ അറഞ്ചം പുറഞ്ചം വീണ്ടും അവന്റെ നുഞ്ചക്സ് എടുത്ത് ടോബിയെ തല്ലി അങ്ങനെ ദൂരേക്ക് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴും ടോബി അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അവൻ അവന്റെ റെക്ക അതുപയോഗിച്ച് മൈഗയെ തകർക്കാൻ ശ്രമിക്കും. പക്ഷെ അങ്ങനെ എടുത്തു ചാടി ആ ഒരു റെക്ക ആഞ്ഞു ചവിട്ടി അത് ദൂരേക്ക് തെറിപ്പിക്കും. കുട്ടപ്പനാണെങ്കിൽ അത് കണ്ട് ഫ്രീസായി പോവും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ കാക്കാഷിയെ കാണിക്കും. അവനാണെങ്കിൽ ഒരു പ്രത്യേക ജിപ്സ് ഉപയോഗിച്ച് ആ ഗൈഡർ സ്ട്രക്ചറിനെ മുഴുവനായിട്ടും അബ്സോർബ് ചെയ്യാണ്. അത് കണ്ട ടോബി അവൻ ഓടി വന്ന് കാക്കാഷിയുടെ ജിപ്സു അത് ബ്രേക്ക് ചെയ്യും. ആ ഗ്യാപ്പിൽ നറൂട്ടോ അവന്റെ റസൻഗൺ പവർ എടുത്ത് വീണ്ടും ഇപ്പൊ ടോബി അറ്റാക്ക് ചെയ്യും. ടോബി ആണെങ്കിൽ ഇത്തവണ നറൂട്ടോയെ വിടില്ല. നറൂട്ടോയെ പിടിച്ചു വലിച്ച് അവന്റെ റെക്ക ഉപയോഗിച്ച് അങ്ങനെ ലോക്ക് ചെയ്യും. അപ്പോഴായിരിക്കും കാക്കാഷി അവൻ ലൈറ്റ്നിങ് പവറുള്ള ഒരു സ്ക്വാഡ് എടുക്കും. എന്നിട്ട് പാറ പോലും തുളച്ച് വമ്പ സ്പീഡില് അങ്ങനെ വരും. തൊട്ടപ്പുറത്തായിട്ട് മൈഗൈ ആളും കാക്കാഷിയുടെ പിന്നാലെ തന്നെ പോവും. കാക്കാഷി ആ ടോബിയുടെ തൊട്ടടുത്തെത്തി ലൈറ്റ്നിങ് സ്ക്വാഡ് അവന്റെ തലയിലൂടെ അങ്ങനെ കയറ്റി ഇറക്കും. പക്ഷെ ടോബി അവൻ നൈസായിട്ട് വെട്ടിത്തിരിഞ്ഞ് ആ ഒരു കത്തി അത് കുട്ടപ്പന് നേരെ അങ്ങനെ അയക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് നറൂട്ടോ, കാക്കാഷി, മൈഗൈ അവർ 3 പേരും ശ്വാസമൊക്കെ വലിച്ചു വിട്ട് അങ്ങനെ കിതച്ച് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. നറൂട്ടോ പറയും, അവന് ഭയങ്കര പവറാണ്, എന്നെ കൊണ്ട് അവനെ അറ്റാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ടോബിയുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു ഫേസ് മാസ്ക് അതിപ്പോ പതിയായിട്ട് തകരാൻ തുടങ്ങും. നറൂട്ടോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവൻ പറയും, ഞാനതില് അറ്റാക്ക് ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെ ആ മാസ്കിൽ ക്രാക്ക് വീണു? മൈഗൈ പറയും, ഒരു പക്ഷേ നറൂട്ടോയുടെ അറ്റാക്ക് അവന്റെ ഫേസിൽ വീണിട്ടുണ്ടാവും. പക്ഷെ കാക്കാഷി മാസ്റ്റർ ആള് തറപ്പിച്ചു പറയും, നറൂട്ടോയുടെ അറ്റാക്ക് അവന്റെ ഫേസിൽ വീണിട്ടില്ല, ഇത് മറ്റെന്തോ ആണ്. കാരണം എന്തോ ഒരു ഷാർപ്പായിട്ടുള്ള ഒബ്ജക്റ്റ് അതുകൊണ്ടാണ് മാസ്കിൽ ക്രാക്ക് വീണത്. കുട്ടപ്പൻ ആക്ച്വലി ആ മാസ്കിൽ പഞ്ചാണ് ചെയ്തത്. പഞ്ച് ചെയ്യുകയാണെങ്കിൽ ആ മാസ്ക് ഒരിക്കലും ക്രാക്ക് വീണ് ആ മാസ്കിൽ ഒരിക്കലും ഇതുപോലൊരു ക്രാക്ക് വീഴാൻ ഒരു ചാൻസും ഇല്ല. കട്ട് ചെയ്ത ഇവിടെ കില്ലർ ബി അവനാണെങ്കിൽ ആ ഗൈഡ് സ്ട്രെച്ചിനെ തകർക്കാനായി പാഞ്ഞടുക്കും. ഉച്ചിക ഫയർ ഉപയോഗിച്ച് 8 ടൈലിന്റെ കൈ
അത് കത്തിയിരിക്കും. ഇവിടെ മൈഗൈ പറയും ആദ്യം ആ മാസ്ക് മാൻ ടോബി അവന്റെ മാസ്ക് തകർത്ത് അവനെ തല്ലിക്കൊല്ലണം. അതിനുശേഷം മാത്രമേ ഈ ഒരു ഗൈഡർ സ്ട്രെച്ചിനെ നമ്മളെ കൊണ്ട് ഇല്ലാതാക്കാൻ കഴിയൂ. കാക്കാഷി മാസ്റ്റർക്ക് പിടികിട്ടും ആ ഒരു ക്രാക്ക് വീഴാൻ കാരണം കാക്കാഷി വലിച്ചെറിഞ്ഞ ലൈറ്റ്നിങ് പവറുള്ള ആ ഒരു കത്തിയാണ്. ഉടനെ കാക്കാഷി മാസ്റ്റർ പറയും, ഗായ്സ് നിങ്ങൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ ചെറിയൊരു ടെസ്റ്റ് നടത്താൻ പോവാണ്. സോ നിങ്ങൾ എല്ലാവരും കട്ടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ടെസ്റ്റിന് കറക്റ്റ് റിസൾട്ട് കിട്ടും. അത് കേൾക്കേണ്ട താമസം അവർ 3 പേരും ഇപ്പൊ എയ്ത്ത് ടൈലിന്റെ ഓരോ ടെന്റിക്കിൾസിലായിട്ട് കയറി നിൽക്കും. അടുത്ത സെക്കൻഡ് 8th ടൈല് അവരെ 3 പേരെയും അങ്ങനെ വലിച്ചെറിയും. നമ്മുടെ ആൾക്കാർ 3 പേരും ഫുൾ ഫോഴ്സില് ഇപ്പൊ ടോബിയുടെ ചുറ്റുമെത്തും. ആദ്യം നമ്മുടെ മൈഗൈ അവനവന്റെ നുഞ്ചക്ക് അത് വീശി വലിയൊരു പാറ തന്നെ തവിട് പൊടിയാക്കും. പിന്നീട് ടോബി അറ്റാക്ക് ചെയ്യാൻ അവന്റെ ക്ലോസ് എത്തി അങ്ങനെ അറ്റാക്ക് ചെയ്യുമ്പോഴായിരിക്കും ടോബി അവന്റെ പവർ ഉപയോഗിച്ച് മൈഗയുടെ കയ്യിലുള്ള നിഞ്ചക്ക് അത് അബ്സോർബ് ചെയ്യാൻ തുടങ്ങുക. അവൻ ആസ്വദിച്ച് അത് അബ്സോർബ് ചെയ്യുമ്പോഴായിരിക്കും മൈഗയുടെ തൊട്ട് പിന്നിലായിട്ട് നറൂട്ടോ കുട്ടപ്പൻ. നറൂട്ടോ ആണെങ്കിൽ അവന്റെ രസൻഗൺ പവറുമായിട്ട് ടോബിയുടെ തൊട്ടടുത്തെത്തും. ആ സമയത്ത് കാക്കാഷി അവന്റെ രസൻഗൺ പവറിനെ ഇൻവിസിബിൾ ആക്കും. അതിപ്പോ ടോബിയുടെ തലയിലൂടെ അങ്ങനെ കടന്നു പോവാണ്. പക്ഷെ അപ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുക കാക്കാഷി പറഞ്ഞതുപോലെ തന്നെ കുട്ടപ്പന്റെ റെസൻഗൺ പവർ അതൊരു പരിധി വരെ വർക്ക് ചെയ്യുന്നുണ്ട്. കാക്കാഷി പറയും അവൻ ഉപയോഗിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ജിപ്സും ആണ്. ആക്ച്വലി അവന്റെ മാസ്കിൽ വീണ ആ ഒരു സ്ക്രാച്ച് അതെന്റെ കത്തി കൊണ്ടുണ്ടായതാണ്. അതുപോലെ തന്നെ കുട്ടപ്പന്റെ റെസൻഗൺ പവർ അത് അവന്റെ ഷോൾഡറിൽ തറച്ചാണ് അവന്റെ ഷോൾഡർ അത് തകർന്നു പോയത്. ആക്ച്വലി അവന്റെ ട്രാൻസ്പോർട്ടേഷൻ ജിപ്സും എന്റെ ട്രാൻസ്പോർട്ടേഷൻ ജിപ്സും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട്. ക്ലോസ് റേഞ്ചിലെത്തിയപ്പോ എന്റെ സ്ക്വാഡും കുട്ടപ്പന്റെ റെസൻഗണ്ണും ഞാൻ ഹൈഡ് ചെയ്തു. അങ്ങനെയാണ് അത് രണ്ടും അവന്റെ ബോഡിയിൽ ചില ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത്. ആക്ച്വലി നമ്മൾ ഓരോ തവണ അവനെ പഞ്ച് ചെയ്യുമ്പോഴും അവന്റെ ബോഡി പാർട്സ് അതൊരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്താണ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ടോബി അവനിപ്പോ കാക്കാഷിയെ നോക്കും. എന്നിട്ട് കാക്കാഷിയോട് ചോദിക്കും, നിന്റെ കണ്ണ് അത് നിനക്ക് എവിടുന്ന് കിട്ടിയതാ? ആ ഒരു കണ്ണ് കാരണമാണ് നിങ്ങൾ രണ്ടുപേർക്കും ഇടയിൽ ഒരു ലിങ്ക് ക്രിയേറ്റ് ആവുന്നത്. അതിന് കാക്കാഷി പറയും, ലാസ്റ്റ് ഗ്രേറ്റ് വാർ അപ്പോഴാണ് എനിക്ക് ഈ കണ്ണ് കിട്ടിയത്. കണാവി ബ്രിഡ്ജ് ഫൈറ്റ് അത് നിനക്ക് ഓർമ്മയില്ലേ? അവിടെ വെച്ചാണ് എനിക്ക് ആ കണ്ണ് കിട്ടിയത്. ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിന്റെ കണ്ണ് അതാണ് എനിക്ക് കിട്ടിയത്. അതിന് ടോബി പറയും, ഇനി നീ ഒരിക്കലും ആരുടെയും കല്ലറയിൽ പോയി നമസ്കരിക്കില്ല. ഉറപ്പായിട്ടും എന്റെ ലോകത്തേക്ക് നീയും നിന്റെ ഫ്രണ്ട്സും ആരും തന്നെ കടന്നു വരില്ല. അതിനു മുൻപ് ഈ ഒരു പ്രൊജക്ട് സുക്കുനോമി ഞാൻ സക്സസ് ആക്കും. അത് കേട്ട് കക്കാഷി അവനിപ്പോ ഷിവർ ചെയ്യാൻ തുടങ്ങും. നറൂട്ടോയ്ക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരും. അവൻ വീണ്ടും ഇപ്പൊ ടോബിയോട് ദേഷ്യപ്പെടും. പക്ഷെ ടോബി ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കാണ്. അപ്പൊ നറൂട്ടോ അവനോട് ഫ്ലാഷ് ബാക്കില് ജിറയ മാമനും അവന്റെ പപ്പയും പറഞ്ഞ കാര്യങ്ങള് ഒന്നൊന്നായിട്ട് ആലോചിക്കും. കട്ട് ചെയ്താ ഇപ്പൊ ടോബി അവൻ നറൂട്ടോട് പറയും, നീ എപ്പോഴും ഒരു സ്വപ്ന ലോകത്താണ്. റിയാലിറ്റി എന്താണെന്ന് നിനക്കറിയില്ല. അത് കേൾക്കുമ്പോ ഇപ്പൊ നയൻ ടൈലിന് അതിനു പോലും അതിന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാനാവില്ല. നയൻ ടൈൽ പതിയെ ഇപ്പൊ നറൂട്ടോയെ നോക്കും. നറൂട്ടോ ആണെങ്കിൽ ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുകയാണ്. നയൻ ടൈൽ നറൂട്ടോട് പറയും, നീ സ്വിച്ച് ചെയ്യ്, എനിക്ക് എത്രയും പെട്ടെന്ന് ആ ടോബിയോട് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ നറൂട്ടോയുടെ ബോഡിയിലേക്ക് അങ്ങനെ വരും. ഉടനെ ആ നയൻ ടൈല് അത് ഫുൾ കലിപ്പില് ഇപ്പൊ ടോബിയോട് പറയും, നീ എന്തൊക്കെ ചെയ്തിട്ടും പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. ഫോർത്ത് ഹോക്കാഗ അവൻ ഈ നറൂട്ടോയെ എന്നെ ഏൽപ്പിച്ചാണ് മരണപ്പെട്ടു പോയത്. അതുകൊണ്ട് ഒരു കാരണവശാലും എവിടെയും നറൂട്ടോ തോൽക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. ഇത്തവണ നറൂട്ടോ അല്ല, നറൂട്ടോയ്ക്ക് പകരം നിന്നെ തകർക്കാൻ പോകുന്നത് ഞാനാണെന്ന് പറഞ്ഞ് അവന്റെ ഫുൾ പവറില് അങ്ങനെ നിൽക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.